നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പുഴുവിനെ ഞെരിക്കുന്നത് പോലെ നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. എന്നിട്ട് നിന്റെ ശവശരീരം ചാക്കി കെട്ടി അറബിക്കടലിൽ കൊണ്ട് തള്ളും. ആ ഓർമ്മയോടെ വേണം നീ എന്റെ മക്കളുടെ ബെഡ്റൂമിൽ കയറാൻ. മനസ്സിലായോടി? മക്കളെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ മുമ്പത്തെ പോലെ ശക്തമായതിനെ നേരിടാത്തത് എന്റെ ബലഹീനത കൊണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മാത്രമേ ഇപ്പോ അറിയൂ. ദേ, നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. പ്രത്യേകിച്ച് കാർത്തി. ജ്യോതിഷ സത്യം. എല്ലാത്തിലും കള്ളന്മാരുള്ളതുപോലെ ഇത് പറഞ്ഞു നടക്കുന്നതിലും കള്ളന്മാരുണ്ട്. പക്ഷേ വാഴപ്പാടി തിരുമേനി അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറയുന്നു. ദുർമരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന്റെ തുടക്കമാണോ എന്റെ മകൾ നന്ദിനിയുടെ ഈ ക്യാൻസർ രോഗമെന്ന് ഞാൻ സംശയിക്കാൻ മോനെ. എന്റെ നന്ദിനി മോള് എന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്ങനെയൊക്കെ പറയുന്നത്? കാര്യങ്ങൾ നിങ്ങളെങ്കിലും ബോധ്യപ്പെടണം. പ്രസവിച്ചതല്ലെങ്കിലും നന്ദിനി നിങ്ങൾ രണ്ടുപേരുടെ അമ്മയാണ്. അവളുടെ രോഗം മാറണം. ചെമ്പകമംഗലത്തുള്ള ആർക്കും ഒരാപത്തും ഉണ്ടാവരുത്. അതുകൊണ്ടാ ആ ജോത്സ്യർ പറഞ്ഞ തീരുമാനത്തെ മുത്തശ്ശി അനുകൂലിക്കുന്നത്. മക്കളെ, മീനാക്ഷിയുടെ ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം ഈ മണ്ണിൽ വീടരുതെന്ന് നീ പ്രതിജ്ഞ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോനെ. അത് നീ മനസ്സിലാക്കണം. മീനാക്ഷി കരയാൻ ഞാൻ അനുവദിക്കില്ല മുത്തശ്ശി. അത് മുത്തശ്ശിയാണ് സത്യം. ഇത് ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിൽ കരുതി മുമ്പോട്ട് പോവുക. ചെല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.